ഹലോ നമസ്കാരമുണ്ട്. ഞാൻ ഇന്നുള്ളത് ബാന്ദ്ര സ്റ്റേഷനിലാണ്. ഇന്നത്തെ പ്ലാൻ എന്താ വെച്ചാൽ നമുക്ക് പ്രസിദ്ധരായ രണ്ട് നടന്മാരെ വീട് സന്ദർശിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ബാന്ദ്ര എത്തിയതാണ്. ഇവിടുന്ന് ഇനി ബസ്സിനും പോവാം, ടാക്സിക്കും പോവാം, ഓട്ടോയിലും പോവാം. അപ്പോൾ ഞാൻ ബസ്സാണ് ചൂസ് ചെയ്യുന്നത്. ഇവിടുന്ന് ജസ്റ്റ് ഒരു നിയറസ്റ്റ് പോയിന്റ് 5 റുപ്യ 6 റുപ്യട്ടുള്ളൂ ബസ്സിന് പോകാൻ. അപ്പോൾ ജസ്റ്റ് അവിടേക്കുള്ള യാത്രയാണ്. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവണം. ബാന്ദ്ര റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത്. പിന്നെ ഇത് ജസ്റ്റ് ഹൈവേ തന്നെ ഉണ്ട്. ഇവിടെ ഹൈവേന്ന് കണക്ട് ചെയ്തിട്ട് ഇവിടെ ബസ് കയറണം. ബാന്ദ്ര ബാൻഡ് സ്റ്റാൻഡ് എന്നാണ് പറയുക, ബീച്ച് സൈഡ് അവിടേക്കാണ് പോകേണ്ടത്. ആ സൈഡിലാണുള്ളത് ഷാറൂഖ് ഖാനും സൽമാൻ ഖാൻ അങ്ങനത്തെ പ്രസിദ്ധരായ ബോളിവുഡ് നടന്മാർ, വേൾഡ് ഫേമസ് ആയിട്ടുള്ള ബോളിവുഡ് നടന്മാർ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഒന്ന് പോവാം. ഈ കാണുന്ന അതാണ് ബാന്ദ്ര ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴി. ഈ കാണുന്നത് ഓപ്പോസിറ്റ് കാണുന്നതാണ് ബാന്ദ്ര ബസ് സ്റ്റാൻഡ്. ബാന്ദ്ര ജമാ മസ്ജിദാണ് ഈ കാണുന്നത്. ഇവിടെ ജസ്റ്റ് 5 റുപ്യ 6 റുപ്യേൻ്റെ പോയിൻ്റേ ഉള്ളൂ ശരിക്കും ഈ ബാന്ദ്രയിൽ. പക്ഷേ ഓട്ടോനും ടാക്സിയൊക്കെ പോകുന്നത് ഒരുപാട് എക്സ്പെൻസീവ് ആകും. അപ്പോൾ ജസ്റ്റ് ബാന്ദ്ര ബസ് സ്റ്റാൻഡിൽ നിന്ന് ബാൻഡ് സ്റ്റാൻഡ് എന്നാണ് പറയേണ്ടത്. ഇവരുടെ ഏരിയക്ക് ഒരു ബീച്ച് സൈഡാണ്. ജസ്റ്റ് അവിടേക്ക് പോകട്ടെ. സർ ബാൻഡ് സ്റ്റാൻഡ് അതറാ? ഓക്കെ ഓക്കെ. ഇവിടെ ക്യൂ സിസ്റ്റമാണ് ശരിക്കും. ക്യൂ സിസ്റ്റം ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട്. ഡയറക്റ്റ് ഓടി കയറാനൊന്നും പറ്റില്ല. എനിക്ക് അറിയില്ലായിരുന്നു, ഞാൻ കൺഫ്യൂഷൻ ആയിട്ട്. ക്യൂലുള്ളവരാണ് ഒരു പ്രത്യേക സിസ്റ്റമാണ്, നല്ല അടിപൊളിയാണ്. ക്യൂല് പുറത്തുനിന്നാണ് ടിക്കറ്റ് കൊടുക്കുന്നത്. ഇവിടെ ഇത് എല്ലാ ബസ് സ്റ്റേഷനിലും പുറത്ത് ടിക്കറ്റ് കൊടുക്കുന്നതാണ്. ഞാൻ സത്യത്തിൽ മനിയാന്ന് പോയിരുന്നു ഷാറൂഖ് ഖാനെ കാണാൻ. പക്ഷെ അവൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് അവിടെ അത്ര എൻട്രി ഇല്ല. പക്ഷേ എന്തൊക്കെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് രാത്രി 7 മണി 8 മണി ആയപ്പോഴേ അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ അപ്പോൾ ഒരു ഉറൂസ് ഉണ്ടായിരുന്നു. ഉറൂസ് അത് ജസ്റ്റ് ഫോട്ടോഗ്രാഫ് ചെയ്ത് ജസ്റ്റ് പിന്നെ കാണാം. അപ്പോഴേക്കും ഇല്ലുമിനേഷൻ മാത്രമേ ഉള്ളൂ. വീട് ഫുള്ളായിട്ട് ക്ലിയറായി, ബീച്ചും വീടും ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ പിന്നെ എന്തായാലും അതിൻ്റെ അടുത്തൊന്ന് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ജസ്റ്റ് പറ്റുമെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഡേ ടൈമിൽ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച്. നോക്കട്ടെ എങ്ങനെ എവിടെ എത്താന്നുള്ളത്. ഇവിടുന്നാണ് ശരിക്കും ബാന്ദ്ര ബാൻഡ് സ്റ്റാൻഡ് സ്റ്റാർട്ട് ആവുന്നത്. ഇത് ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്നത് ബീച്ചാണ്. ഷാറൂഖ് ഖാൻ്റെ വീടിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് കാണുന്ന ബാന്ദ്ര ബാൻഡ് സ്റ്റാൻഡ് ബീച്ച്. ഇതൊരുപാട് ഫേമസ് ആണ് സത്യത്തിൽ. ഇതിൻ്റെ അടുത്ത് ഒരു വലിയ ദർഗുണ്ട്, സൽമാൻ ഖാൻ്റെ വീടുണ്ട്, പിന്നെ ഒരു പോഷ് ഏരിയയാണ്. പെട്ടെന്ന് അങ്ങോട്ട് വരാനൊന്നും പറ്റില്ല. പക്ഷേ ചില ദിവസങ്ങളിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. മനിയാന്ന് ബർത്ത്ഡേ ആയതുകൊണ്ട് ബർത്ത്ഡേക്ക് ഭയങ്കര സ്ട്രിക്റ്റ്. ആർക്കും ഒരു കുട്ടിക്കും എൻട്രി ഉണ്ടായിരുന്നില്ല. ഇതല്ല ഇത്രയും ജനങ്ങൾ ഷാറൂഖ് ഖാനെ ഡെയിലി കാണാൻ ഇതൊന്നും കുറവാണ് ഇത്ര ഇവിടെ. ഇത്രയും ജനങ്ങൾ ഷാറൂഖ് ഖാൻ്റെ വീട് കാണാനായിട്ട് എത്രയോ ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ഇന്നലെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, ഒരു ചെക്കന്, ബീഹാറിലൊരു ചെക്കന് 95 ദിവസമാണ് ഇവിടെ പ്ലാക്കാർഡുമായിട്ട് ഗേറ്റിൻ്റെ മുമ്പിൽ നിന്നത്. പിന്നെ അവസാനം ഷാറൂഖ് ഖാൻ അവനെ വന്ന് കാണുന്നതും അവൻ്റെ കൂടെ ഹഗ് ചെയ്ത് നിൽക്കുന്ന ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു പത്രമാധ്യമങ്ങളിൽ. ഇതല്ലേ ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റ്, ഈ വീടിന് ജസ്റ്റ് ഓപ്പോസിറ്റ്, ബീച്ചിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് എന്തുണ്ട് ഇത്രയും ജനങ്ങളും. ആ കാണുന്നതാണ് മന്നാത്ത്. ആ കാണുന്നില്ലേ, അതാ ബാന്ദ്ര ബീച്ച് കാണുന്നില്ലേ? ബാന്ദ്ര ബീച്ചിൻ്റെ ജസ്റ്റ് ഇങ്ങനെ ഓപ്പോസിറ്റ് ജനങ്ങളല്ലോ ഒരുപാട് ക്യൂലിങ്ങനെ നിൽക്കുക കാണാൻ വേണ്ടി. വന്നുകൊണ്ടിരിക്കുക, ബസ്സിലും കാറിലും ഓട്ടോയിലും ഒക്കെ വന്നുകൊണ്ടിരിക്കുക. ഈ ഓപ്പോസിറ്റത്തെ ജനങ്ങൾ കാണുന്നത് ഗേറ്റിൽ കണ്ടില്ലേ, ജനങ്ങൾ കാണുന്നില്ലേ? ഇതാണ് മന്നാത്ത് ഹൗസ്, പ്രസിദ്ധ ബോളിവുഡ് ഐക്കോണിക് ബിൽഡിംഗ് ആണിത്.
കണ്ടില്ല, ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. മന്നാത്ത് ഹൗസാണിത്. എപ്പോഴും ഇവിടെ തിരക്കാണത്രേ. ജനങ്ങൾ എല്ലാ ദിവസങ്ങളും തിരക്കാണ്. മിനിഞ്ഞാന്ന് ഞാൻ വന്ന് തിരിച്ചു പോയതാണ്. കാരണം എന്താ വെച്ചാൽ ഒന്ന് ലേറ്റായിപ്പോയി. രണ്ടാമത്തത് അവൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ബർത്ത്ഡേക്ക് ഇവിടെ ഫുള്ള് ഏരിയ, ഒരു മനുഷ്യനും ഇങ്ങോട്ട് വരാൻ എൻട്രി ഉണ്ടായില്ല. ഞാനങ്ങനെയൊക്കെ സത്യത്തിൽ ഇവിടെ വന്നിരുന്നു. പക്ഷേ എനിക്ക് നൈറ്റ് ആയതുകൊണ്ടൊന്നും കാര്യമായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഈ ബിൽഡിംഗ് ഒന്നും കാണൂല, മന്നാത്ത് കാണൂല. അപ്പോൾ എന്തായാലും അന്ന് പോകുന്ന എന്തായാലും ബോംബെയിൽ എത്തിയതല്ല, എന്തായാലും നിങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച്. നമുക്കെന്തായാലും എന്താണ് ഈ മന്നാത്തിൻ്റെ ചരിത്രത്തിന് മുമ്പ് ഈ ബിൽഡിംഗ് എന്തായിരുന്നു നോക്കാം. 1914 ഇത് കൺസ്ട്രക്റ്റ് ചെയ്തത്. ഈ ബിൽഡിംഗ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. ഇത് ശരിക്ക് ഇതിൻ്റെ പേര് വില്ല വിയന്ന എന്നായിരുന്നു. അപ്പോൾ വില്ല വിയന്ന ഒരു പാർസി ഫാമിലിൻ്റെ കയ്യിലാണ് ഉണ്ടായിരുന്നത്. വലിയൊരു ബംഗ്ലാവായിരുന്നു. നല്ല ഗാർഡൻസ്, നല്ല ലോൺസ്, നല്ല ഏരിയയിലുള്ള ഒരു നല്ല ബിൽഡിംഗ് ആയിരുന്നു. ഇതൊരു റിയൽ എസ്റ്റേറ്റ്, ബോംബെയിലെ ഒരു വലിയ റിയൽ എസ്റ്റേറ്റ് ഫേം വാങ്ങിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് വാങ്ങിയതിന് ശേഷം കുറച്ച് കാലം അവിടെ ഇട്ട് പിന്നെ 2001 ഷാറൂഖ് ഖാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് വീട് ബംഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ ഫസ്റ്റ് ഒന്നും അവന് കിട്ടിയില്ല. ഇത് സത്യത്തിൽ സൽമാൻ ഖാൻ വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു എന്നൊക്കെ പറഞ്ഞു അതിൻ്റെ മുമ്പ്. പക്ഷേ സൽമാൻ ഖാൻ്റെ ഫാദർ സലീം ഖാൻ പറഞ്ഞ് എന്തിനത്ര വില. അന്നൊന്ന് സ്റ്റാർട്ടിങ് അവർ സിനിമയിൽ അഭിനയം തുടങ്ങിയ സമയങ്ങളാണെന്ന് തോന്നുന്നത്. അപ്പോൾ സൽമാൻ ഖാൻ്റെ വാപ്പ ചോദിച്ചു സലീം ഖാൻ എന്തിനാ അത് ഇത്ര വലിയൊക്കെ നീ വാങ്ങുമോ എന്നൊക്കെ സംശയം ചോദിച്ചിരുന്നു. പക്ഷേ എന്തായാലും അവസാനത്തെ ഷാറൂഖ് ഖാൻ്റെ 2001 ഷാറൂഖ് ഖാൻ പർച്ചേസ് ചെയ്തതിന് ശേഷം പിന്നെ ഇതിൻ്റെ പേര് മാറ്റി മന്നാത്ത് എന്നാക്കി. ഇത് വലിയൊരു ഏരിയയാണ്. വലിയെന്ന് വെച്ചാൽ 6 ഫ്ലോറാണെങ്കിൽ 5 വലിയ ബെഡ്റൂം, സ്വിമ്മിംഗ് പൂള്, ജിമ്മ്, അങ്ങനെ എല്ലാ സൗകര്യങ്ങളുള്ള ഒരു ബിൽഡിങ്ങാണിത്. ഷാറൂഖ് ഖാൻ ഇതിൻ്റെ പേരിട്ടത് മന്നാത്ത് എന്നാണ് ഞാൻ പറഞ്ഞിരുന്നു. മന്നാത്തിൻ്റെ അർത്ഥം ശരിക്കും ഉറുദുവിൽ വിഷ്, നമ്മളെ മലയാളത്തിൽ ആശംസ എന്ന് പറയില്ലേ, ആ അർത്ഥത്തിലാണ്. ശരിക്കും ഒരു ഉറുദു വേർഡാണ് ശരിക്കും മന്നാത്ത് വരുന്നത്. ജനങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കണ്ട ആക്ഷൻ പോസ്റ്റൊക്കെ ചെയ്തിട്ട് ആൾക്കാരത് അവിടെ വീഡിയോ എടുക്കുന്നു. ആ കാണുന്നില്ല ഒരു ബാൽക്കണി പോലെ അതാ മേലെ, അവിടെയാണ് ഷാറൂഖ് ഖാൻ വന്നിട്ട് ജനങ്ങളെ ഇവിടുത്തെ മൂപ്പരെ ഫാൻസിനൊക്കെ വിഷ് ചെയ്യല്. ഒരു പ്രത്യേക സ്റ്റൈലിലൊക്കെ വിഷ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ആ കാണുന്നത് സ്ഥിരമായിട്ട് നമ്മൾ പത്രങ്ങളിലും മാധ്യമങ്ങളിലൊക്കെ കാണുന്നതാണ് ഈ സ്ഥലം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇത് വില്ല വിയന്ന എന്നായിരുന്നു ഇതിൻ്റെ പേര് എന്നുള്ളത്. ശരിക്കും ഇതൊരു പാർസി മാൻ, അയാളുടെ പേര് തെക്കു ഗാന്ധി എന്നായിരുന്നു. ഒരുപാട് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഷാറൂഖ് ഖാൻ്റെ കയ്യിൽ 2001 എത്തുന്നത്. അയാളുടെ പേര് നരിമാൻ ദുബാഷ് എന്നായിരുന്നു. ഒരു ട്രസ്റ്റി, ഭായ് ഖുർഷൂദ് ബാനു സഞ്ചാന ട്രസ്റ്റിൻ്റെ അയാൾ ട്രസ്റ്റി ആയിരുന്നു. അന്ന് മുതൽ അത് കിട്ടി 2001 കിട്ടിയതിന് ശേഷം ഇതിൻ്റെ പേര് മാറ്റുന്നത് മന്നാത്ത്. എന്തായാലും നമുക്കിനി അതിൻ്റെ അടുത്തേക്ക് ജസ്റ്റ് ഒന്ന് പോയി വെക്കാം ഡീറ്റെയിൽ കാണാനൊക്കെ. എന്തായാലും ഗേറ്റ് കാണാൻ നിൽക്കാം. ഷാറൂഖ് ഖാനെ കാണാൻ പറ്റില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് അടുത്ത് പോയിട്ട് വരാം. എല്ലാവരും പല പോസിലും ജസ്റ്റ് ഒന്ന് വീട്. അപ്പോൾ ഷാറൂഖ് ഖാനെ കാണാൻ പറ്റില്ലെങ്കിൽ എന്താ ഇതല്ല, ജനങ്ങളൊക്കെ അതാ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ തള്ളി വരുന്നത്. അതിൻ്റെ അടുത്ത് ബാരിക്കേഡ് കഴിഞ്ഞിട്ട് വേണം പോകാൻ. മക്കളും കുട്ടികളും പലതരത്തിലുള്ള പോസ് എടുത്തുകൊണ്ടിരിക്കുക. ലാൻഡ്സ് എൻഡ് എന്നാണ് എഴുതി വെച്ചത്. ഇതൊക്കെ ഫേമസ് വേർഡായിട്ട് മാറിയിട്ടുണ്ട് ശരിക്കും. ഇത് ലാൻഡ്സ് എൻഡ്. ലാൻഡ്സ് എൻഡ് എന്ന് എഴുതിയ സ്ഥലം. ഗേറ്റിൻ്റെ ഒരു വശത്ത് ലെഫ്റ്റ് സൈഡിൽ ലാൻഡ്സ് എൻഡ് ഒന്നും ഇപ്പുറത്ത് മന്നാത്തൊന്നും കാണാം. മന്നാത്ത് എന്ന് എഴുതിയിട്ടുണ്ട്. മന്നാത്ത് ഇതിൻ്റെ ഇതാണ് ഈ ഗ്രില്ല്. ഇവിടെയാണ് സാധാരണ ഷാറൂഖ് ഖാൻ ജനങ്ങളെ ഫാൻസിനെ വിഷ് ചെയ്യലും വിശേഷ ദിവസങ്ങൾ ഉണ്ടാകുന്നത്. ഇതൊക്കെ ഫേമസ് ആണ് ഇപ്പോഴും, എല്ലാവർക്കും അറിയാൻ കാണുന്നതാണ്. चलो તમારો તમે કમ્પ્લીટ પાડ જીઓ અમે જા
കണ്ടില്ല, വലിയൊരു വേലിക്കെട്ടിന്റെ ഉള്ളിൽ നിന്ന് ദൂരെ നിന്ന് കാണാം. അടുത്തേക്ക് പ്രവേശനമൊന്നുമില്ല സത്യത്തില്. ആ വെള്ള ബിൽഡിംഗ് ആണ് ശരിക്കും പഴയ 100 വർഷം പഴക്കമുള്ള ബിൽഡിംഗ് ആണ് അത്. അതിന്റെ ബാക്കിൽ കാണുന്ന പിന്നീട് ഷാറൂഖ് ഖാൻ കെട്ടിയ 6 നില ബിൽഡിംഗ്. മെയിൻ റോഡിൽ നിന്ന് ഈ പോകുന്ന അതാ സെക്യൂരിറ്റി ഒക്കെ നിൽക്കുന്ന ആ വലിയ ബിൽഡിങ് 6 നില ബിൽഡിംഗ് ഒക്കെ ഇൻക്ലൂഡഡ് ആണ് മന്നാത്തിൽ പെട്ടത്. അപ്പോൾ പിന്നീട് കൺസ്ട്രക്ട് ചെയ്തതാണ് ശരിക്കും മന്നാത്ത് വാങ്ങിച്ചതിന് ശേഷം. മന്നാത്തിൻ്റെ സൈഡ് ഭാഗം കാണുന്നത്, ലെഫ്റ്റ് സൈഡാണ് ഈ കാണുന്നത്. ഷാറൂഖ് ഖാൻ ഉണ്ടോ ഇല്ലയെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. കാരണം ഒരുപാട് വണ്ടികളൊക്കെ നിർത്തിയിട്ടുണ്ട് ഇവിടെ. ഇതാണ് മന്നാത്തിൻ്റെ പുതിയ ബിൽഡിങ്. ബാക്കിൽ പിന്നീട് ഷാറൂഖ് ഖാൻ വാങ്ങിച്ചതിന് ശേഷം ഉണ്ടാക്കിയതാണ് ശരിക്കും ഇത്. ഇതായി കാണുന്ന ബിൽഡിങ്. ഷാറൂഖ് ഖാൻ്റെ ബാക്കിലെ ഗേറ്റിൽ നിന്നാണ് ഈ വണ്ടി ഇറങ്ങി വരുന്നത്. മന്നാത്തിൻ്റെ ബാക്ക് സൈഡ്. ഓ ഓക്കെ. ഷാറൂഖ് ഖാൻ്റെ വീടിൻ്റെ മുമ്പിൽ കൂടെയുള്ള ബീച്ച് സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇനി അടുത്ത ലക്ഷ്യം സൽമാൻ ഖാൻ്റെ ഗാലക്സിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒന്ന് പാസ് ചെയ്യണം. അത് കാണിക്കാൻ പറ്റുമോ എന്നറിയില്ല, ഒരു ശ്രമം നടത്തുകയാണ്. കാരണം ഈ പ്രോബ്ലം ഉള്ളതുകൊണ്ട്, ബിഷ്ണോയി പ്രോബ്ലം ഉള്ളതുകൊണ്ട് പ്രൊട്ടക്ഷൻ ആണെന്നൊക്കെ പറഞ്ഞു. ജസ്റ്റ് ട്രൈ ചെയ്യാം. നല്ല സീനാണ്. ഞാൻ 2 സുഹൃത്തുക്കളെ പരിചയപ്പെട്ടിട്ടുണ്ട് ഇവിടുന്ന് ഷാറൂഖ് ഖാൻ്റെ വീടിൻ്റെ അടുത്ത് കാണാൻ വന്ന സമയത്ത്. ഇവർ UP ലക്നൗ എന്ന് വന്നത്. ഏകദേശം 1800 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട്
അവർ സത്യത്തിൽ ഇവരെ ഷാറൂഖ് ഖാനെ വിസിറ്റ് ചെയ്യാൻ മാത്രമായിട്ട് വന്നതാണ്. ഇവരെ പേര് അഫ്ഗാൻ നാമക്ക് പോലും സിറാജ് അഹമ്മദ് ആൻഡ് സൽമാൻ്റെ ഖാൻ്റെ അടുത്തുള്ള ഒരാളായതുകൊണ്ട് സൽമാൻ ഖാൻ നാമിൻ്റെ. ഓക്കെ, ഇപ്പം നമ്മൾ ബീച്ച് സൈഡിലാണ് ഞങ്ങളല്ലേ, ബീച്ച് സൈഡിൽ ബാന്ദ്ര ബീച്ച്. ആ വലിയ ബിൽഡിംഗ് കാണുന്നില്ല, അതിൻ്റെ ജസ്റ്റ് തൊട്ടടുത്താണല്ലോ ഷാറൂഖ് ഖാൻ്റെ ബംഗ്ലാവ്. ഈ കാണുന്നത് ബാന്ദ്ര ബാൻഡ് സ്റ്റാൻഡിലെ ബിൽഡിങ്ങുകളൊക്കെ പോഷ് ഏരിയ. ഒരുപാട് സ്റ്റാർസ് താമസിക്കുന്നുണ്ട് ഇവിടെ. ജുഹു കഴിഞ്ഞാൽ പിന്നെ ഇവിടെയാണ് കൂടുതൽ ആൾക്കാർ താമസിക്കുന്നത്. അതല്ലേ, ഫുള്ള് വലിയ വലിയ അപ്പാർട്ട്മെൻറ്റുകളാണ്. ബീച്ച് സൈഡ് ആയതുകൊണ്ട് അടിപൊളി ലൊക്കേഷൻ ബാന്ദ്ര ബീച്ച്. ഇതാരോ പറഞ്ഞ ഋത്തിക് റോഷന്റെ വീടാന്നാ പറഞ്ഞത്. കാർ അങ്ങോട്ട് പോകുന്നുണ്ട്. ബീച്ച് സൈഡിൽ ഒരു നല്ലൊരു പബ്ലിക് ജിം ഉണ്ടാക്കിയാണ്ടല്ലേ, നല്ല ജിമ്മാ. എല്ലാവർക്കും ഫ്രീ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാം. ജിമ്മ്, ജോഗിങ്, പിന്നെ എക്സർസൈസ് ചെയ്യുന്നവർക്കൊക്കെ. അപ്പൊ ഞങ്ങൾ നടന്ന് ഏകദേശം സൽമാൻ ഖാന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഈ കാണുന്ന ബാക്ക് ഡ്രോപ്പിൽ കാണുന്നില്ലേ, ഇതാ ഈ വലിയൊരു അപ്പാർട്ട്മെന്റ്. ഇതാ ഞാൻ കാണിച്ചുതരാം. ഇതാ ഈ കാണുന്ന വലിയ അപ്പാർട്ട്മെന്റ് ദൂരെ നിന്ന് കാണുന്നേ, ഈ അപ്പാർട്ട്മെന്റ് അതിന്റെ അപ്പുറത്ത് കാണുന്ന ഒരു ബിൽഡിങ്, ഇതൊക്കെ സൽമാൻ ഖാന്റെ ഗാലക്സി അപ്പാർട്ട്മെന്റ് ആണിത്. ഇതൊക്കെ അടുത്തുനിന്ന് കാണാൻ പറ്റും. അങ്ങോട്ടേക്ക് പോവാം. സൽമാൻ ഖാന്റെ ജസ്റ്റ് വീടിന്റെ ഫ്രണ്ടിൽ കാണുന്ന പോലീസ് പ്രൊട്ടക്ഷൻ ആണിത്. നല്ല ഒരുപാട് പേരുണ്ട്. ഇതതിന്റെ പരിസരം, അതിന്റെ ഫ്രണ്ടാണ് ഇപ്പൊ കാണിച്ചത്. ഈ ബിൽഡിങ്ങിന്റെ തൊട്ടടുത്തുള്ളതാണ് സൽമാൻ ഖാന്റെ വീട്. ഫുള്ള് EZ സെക്യൂരിറ്റി ആണുള്ളത്, കാരണം മറ്റേ പ്രോബ്ലം ഉള്ളതുകൊണ്ട്. ഇതാണ് ഗാലക്സി, കണ്ടില്ലേ? ഈ കാണുന്ന അപ്പാർട്ട്മെന്റ് ആണ് ഗാലക്സി. അല്ല, ഒരുപാട് പോലീസ് പ്രൊട്ടക്ഷൻ ആണ്, ഭയങ്കര പോലീസ് പ്രൊട്ടക്ഷൻ ആണ്. അപ്പുറത്ത് കാണുന്ന ഗേറ്റാ തുറക്കുന്ന ലേഡീസ്. ഇവിടെ അധികം നിൽക്കാൻ വയ്യ, പോലീസുകാർ വേഗം ആട്ടിക്കുന്നുണ്ട് ഈ ഏരിയ. ഇതാ ഇത്രേ കാണാൻ പറ്റുള്ളൂ ഗാലക്സിന്റെ ഫ്രണ്ട് എന്നാണ് ഞാനുള്ളത്. Sir, oh yeah, sorry, that one or this one? That one, huh? ഈ കാണുന്ന ഓപ്പോസിറ്റിൽ കാണുന്ന ഈ വലിയ അപ്പാർട്ട്മെന്റ് ഇവിടെ അലൗഡ് ഇല്ല. അപ്പൊ ഞാൻ ജസ്റ്റ് ക്യാമറ താഴെ പിടിച്ചിട്ടാണ്, ശരിക്കും കുറച്ച് ക്ലാരിറ്റി കുറയും. അപ്പൊ ഇതാണ് ശരിക്കും അവരെ സൽമാൻ ഖാന്റെ പിന്നെ ഗാലക്സി എന്ന് പറഞ്ഞ അപ്പാർട്ട്മെന്റ് വരുന്നത്. അപ്പോൾ ആ പോലീസ് പ്രൊട്ടക്ഷനൊക്കെ കാണാൻ പറ്റും. കൂടുതൽ കാണിക്കാൻ പറ്റില്ല. വലിയ ബിൽഡിംഗ് കണ്ടില്ലേ? ബിൽഡിങ്ങിന്റെ തൊട്ടടുത്ത് പോലീസൊക്കെ ഇരിക്കുന്നുണ്ട്. അത്ര ഡീറ്റെയിൽ കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അവർ പോലീസ് വന്നിട്ട്
അവിടെ നോക്കുന്നുണ്ട് അവർ. അതുകൊണ്ട് ഞാനിങ്ങനെ ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റാത്തത്. ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണും. ഈ കാണുന്ന തൊട്ടടുത്തുള്ളത് ഓറഞ്ച് യെല്ലോ കാണുന്നില്ലേ, അതിന്റെ അപ്പുറത്തുള്ള ഫുള്ള് അവരെ അപ്പാർട്ട്മെന്റാ. അങ്ങനെ ഷാറൂഖ് ഖാന്റെ മന്നാത്ത് വീടും ബംഗ്ലോ, പിന്നെ സൽമാൻ ഖാന്റെ ഗാലക്സി രണ്ടും ബാന്ദ്ര ബാൻഡ് സ്റ്റാൻഡിൽ പോയിട്ട് കണ്ടതിന് ശേഷം വീണ്ടും ഞാൻ തിരിച്ച് ഇവിടെ ബാന്ദ്ര റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് തിരിച്ച് ഞാൻ ഫ്രണ്ട് താമസിക്കുന്ന വിനയൻ താമസിക്കുന്ന വസായി റോഡിലേക്ക് പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഫോളോ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നെക്സ്റ്റ് എപ്പിസോഡ് വരെ ബൈ ബൈ.